ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. മർസിയുടെ ഇളയമേരെ മോൻ ഷഫ്നാസിന്റെ നിക്കാഹാണ് കേട്ടോ ഇന്ന്. ഇന്നെന്താ നിസു പപ്പുക്കാക്കന്റെ കല്യാണല്ല നിക്കാഹ് കേട്ടാ. അപ്പൊ ഇന്നലെ വേറൊരു എന്താ പറയാ ഒരു വിശേഷപ്പെട്ട ദിവസമായിരുന്നു. എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. ഇന്നലെ നമ്മൾ അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മർസി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ബിസി ആയിരുന്നു അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ മർസി വരാൻ വിചാരിക്കുന്നുണ്ടാവല്ലേ. അപ്പൊ അങ്ങനെ വ്ളോഗൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ. അങ്ങനെ വലിയൊരു സെലിബ്രേഷനും കാര്യം ഒന്നുമില്ല. അങ്ങനെ തന്നെ സാധാ ദിവസം പോലെ തന്നെ അങ്ങനെ അതങ്ങ് പോയി കിട്ടി. അപ്പോൾ ഇന്ന് നമ്മളെ ഷഫ്നാസിന്റെ നിക്കാഹ്. ഷഫ്നാസിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്ന മർസിയുടെ ഇളമയുടെ മോന് നമ്മള് എൻഗേജ്മെന്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മള് കുറെ വ്ളോഗ്സിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. 1 ഇയർ കഴിഞ്ഞു, 1.5 വർഷമായിട്ട് വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്ന് ശനിയാഴ്ച മാരിവിന്റെ സമയത്താട്ടോ നിക്കാഹ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും റെഡി ആയിട്ട് അവന്റെ വീട്ടിലേക്ക് പോയെന്ന്. അപ്പൊ ഇതാണ് അഗാരന്റെ പോർട്ടബിൾ സ്പോട്ട് ക്ലീനർ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെ സോഫയിലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റിലാണെങ്കിലും ബെഡിലാണെങ്കിലും അതുപോലെ തന്നെ കാർപ്പറ്റിലൊക്കെ സ്റ്റെയിനൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി തരും. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ മാനുവൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടതും കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതിൽ വരുന്നത് 3 അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. ഇത് സെൽഫ് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വരുന്നത് ഡീപ് സ്റ്റെയിന്, ഇത് സ്റ്റാൻഡേർഡ് ബ്രഷ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ സക്ഷൻ ടൈപ്പ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിലാണ് നമ്മളെ ബ്രഷ് കണക്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോ സോഫ ക്ലീൻ ചെയ്യല്ല കുറച്ച് ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് വെള്ളം ഒഴിക്കാനുള്ളതും ഈ ഒരു സാധനം ഉണ്ടല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാ ഇതിൽ നമുക്ക് ക്ലീനിങ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ലിക്വിഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലീൻ സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്യണ്ടല്ലേ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് വെള്ളം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ അതായത് സ്റ്റെയിനും കാര്യമെല്ലാം പിടിച്ചെടുത്ത് ആ ഒരു ലിക്വിഡ് വെള്ളം നിൽക്കുന്ന സ്ഥലം അല്ലേ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട്. പിന്നെ ഈ ഒരു ബട്ടൺ ഉണ്ടോ, ഈ ഒരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തതിനാലാണ് ഇതിലോട്ട് വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുക. സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കിൽ കാണുന്നില്ലേ ഈ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടല്ല കേട്ടോ. ഇത് വേറെ തന്നെ സെപ്പറേറ്റ് വരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ വയറൊക്കെ ചുറ്റി വെക്കാനല്ല, നമുക്ക് ആവശ്യത്തിനുള്ള വയറ് മാത്രം ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഇതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് താഴോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സോഫ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വാട്ടർ വരണമെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത വാട്ടർ വരും കേട്ടോ. നമുക്ക് അപ്പോൾ ഇത്രയും കച്ചറിയും വെള്ളം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സോഫയിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്ക് സാധാ പൊടി മാത്രമല്ല കേട്ടോ. നമുക്ക് ഈ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ മറന്നതിനാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയാകുന്ന സംഭവമൊക്കെ മറന്നതിനാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ സക്ഷൻ പൈപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ക്ലീനിങ് ആണ് കേട്ടോ ഈ സാധനം. അത് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓണാക്കി കൊടുത്താൽ മതി. പിന്നെ വാട്ടർ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. പ്രൊഡക്റ്റും വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കട്ടോ. അത് വേണ്ട. അപ്പം ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി നെസു ബേബി ഇന്ന് ആദ്യമായിട്ടാട്ടോ പട്ടുപാവാടയും കുപ്പായൊക്കെ ഇടുന്നത്. പിന്നെ ഇതാ നമ്മളെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഋതു ഹായ് പറഞ്ഞു. ഋതു ഇന്നലെ ലാൻഡ് ചെയ്തതാട്ടോ. ആണുങ്ങളെല്ലാവരും കുർത്തേന്നിട്ടാ, നദീർക്കിയും മുഫീദും എല്ലാവരും കുർത്തേന്ന്. പിന്നെ ഇതാ സായറിയുണ്ട്. നമ്മളെല്ലാവരും പോവാൻ വേണ്ടി തിരക്ക് പിടിച്ചിരിക്കുന്നു അല്ലേ അല്ലേ നെസ് ബേബി? പാപ്പക്കാക്കന്റെ കല്യാണത്തിന് പോവാ. പോക പോകുന്നുണ്ടാ? ഇത് നമ്മുടെ പുതിയ കാറാണ് കേട്ടോ. നമ്മുടെ മുഫീദ് എടുത്ത പുതിയ സാധനമാണ്. 2 ദിവസമായിട്ട് നമുക്ക് കിട്ടിയിട്ടാ. കളർ എങ്ങനെയുണ്ട് എല്ലാവരും കമന്റ് ചെയ്യട്ടോ. എല്ലാവരും വൈറ്റും ബ്ലാക്കും എല്ലാം അങ്ങനെല്ലാം എടുക്കണേ. നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു ബ്ലൂ കളർ എടുത്ത് നല്ല രസമുണ്ട്, നല്ല ലുക്കുണ്ട്. എന്തുവാ നേവി ബ്ലൂ? ആ അതന്നെ ബ്ലൂ. നേവി ബ്ലൂ ആയാലും എന്തായാലും ബ്ലൂ തന്നെയല്ല വരുന്നത്. റഷ്യൻ ബ്ലൂ ആ. ഇപ്പൊ നമ്മളിവിടെ എത്തിയട്ടാ. എത്തിയപാട് നദീർക്ക് നാളെ റെസ്റ്റ് എടുക്കുന്ന ഇത് നമ്മള് ചെക്കനിതാ പപ്പുക്കാക്കാന്റെ കല്യാണം.
നമ്മുടെ മെഹർ ഇതാണ് കേട്ടോ. ഇതിന്റെ പെട്ടി തന്നെ ഒരു സ്വർണ്ണ പെട്ടിയാണ്. അടിപൊളി സാധനം അല്ലേ? അടിപൊളി പെട്ടിയാണ്. അവിടെ നിങ്ങളുടെ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. അല്ല ഇവരെ കല്യാണത്തിന്റെ സമയത്തില്ലേ ഇത് മഹറിന് ബോക്സിന് നോക്കി നടന്ന് അതായത് എന്നൊരു ഇവന്റെ കല്യാണത്തിന്റെ സമയത്ത് ഈ ഗ്ലാസ് ടൈപ്പാണ്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് വരുന്നിട്ട് അങ്ങനെ മഹർ പുറത്ത് വിസിബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ അടിപൊളിയല്ലേ? എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഇതാണ് മഹർ. നമ്മൾ എൻഗേജ്മെന്റിന് കൊണ്ടുപോയിട്ടുണ്ടായത് ഷോമാലേന്ന്. അപ്പൊ അതുകൊണ്ട് വിചാരിച്ച് ലോക്കറ്റും ചെയിൻ തന്നെ നമുക്ക് അപ്പൊ ഇതാണ് ഷബ്നാസിന്റെ ഡ്രസ് വരുന്നത് കേട്ടോ. എല്ലാരും കുർത്തയിട്ടിട്ടുള്ളത് ബ്ലാക്ക് കളർ ആവുമ്പോൾ എല്ലാവരും ഇട്ടില്ല കേട്ടോ. എന്നെ പെറ്റിച്ച് കളഞ്ഞു. ഇവൻ വൈറ്റ് ഉണ്ട്, ഇവനും വൈറ്റ് ഉണ്ട്. എല്ലാരും ഓരോ കളർ ഇടുന്ന പറഞ്ഞ എനിക്ക് എന്നെ പെറ്റിച്ചല്ലേ. ശരി, ഇങ്ങോട്ട് ഇക്കടാ, ഇപ്പുറത്ത് ഇക്കടാ. ആദ്യത്തതും അവസാനത്തുമായ കാനത്തിലേക്കുള്ള ഡ്രസ് ഇട്ടോണ്ടിരിക്കുകയാണ്. ടൈയൊന്നുമില്ല. രണ്ട് ടൈപ്പിലിടാ. ഒന്ന് ഇങ്ങനെ ഇടാ, അല്ലാണ്ട് ഒറ്റ ലെങ്തിലും ഇടാ. ഒറ്റ ലെങ്തിലും ഉള്ളിലേക്ക് കൊടുക്കും. അങ്ങനെ ഒന്ന് ഇത് നോക്ക് നോക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പറഞ്ഞിട്ട്. 2 മാസം മുമ്പ് പുതിയ ഫ്ലൈറ്റ് ഉണ്ടായ മുഫീദ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് പിടിക്കലാണ്. ഒന്ന് ഈ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ നോക്കട്ടെ ഇങ്ങോട്ട് മറ്റേ ടൈപ്പൊക്കെ എനിക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ട് ഇല്ല അങ്ങനെയല്ല. ഇനിയില്ല വീടുന്നാളൊക്കെ ഉണ്ടെങ്കിൽ ബാഹുബലി എനിക്കൊരു ഫീൽ ഇട്ട് മറ്റേത് ഇങ്ങനെ ഓക്കെ ശരി. ഞാൻ ചെയ്ത് കൊടുക്കണം. വാച്ചെടുത്ത് അപ്പൊ ശരി. ചപ്പുക്കാക്കന്റെ കല്യാണം അറിയുന്നുണ്ടത്. ടാറ്റ പറ ചപ്പുക്കാക്കക്ക്, ടാറ്റ പറ, കിസ് കൊടുത്തേ. അസ്സലാമലൈക്കും പറ. അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും പറ. കൈ കൊടുത്തു എന്നാ പോയിട്ട് വരാ. വീഡിയോസ് അല്ലേ മറ്റേതിലെടുക്കണം എനിക്ക് അതിന്റെ ഫോട്ടോ. ആ എടുക്കും. പിയാപ്പളിനെ കാത്തിക്കുന്ന എല്ലാരും
അപ്പോൾ അൽഹംദുലില്ലാ നിക്കാഹ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 9-10 മണി ആ ടൈമാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിക്കാഹ് പെട്ടെന്ന് ആക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് മുമ്പേ പ്ലാൻ ചെയ്തൊരു സംഭവമൊന്നുമല്ല, പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക കണ്ടുപിടിച്ചു, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവൻ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. ഏകദേശം ഈ നോമ്പ് പകുതി അല്ലെങ്കിൽ നോമ്പ് ലാസ്റ്റ് അതിന് മുമ്പ് തന്നെ അവനങ്ങ് പോകും. പിന്നെ 1.5 കൊല്ലമായി എൻഗേജ്മെൻറ്റ് കഴിച്ചിട്ട്. നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ നിക്കാഹിൽ പെട്ടെന്ന് അങ്ങനെ ചട്ടപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനെ ഇപ്പോൾ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണെന്ന് ബെല്ലൈക്കൻ നെക്കി പൊട്ടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും.